കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയങ്ങളെക്കുറിച്ചാണ്. നമുക്കിന്ന് പഠിക്കുവാനുള്ളത് 9-ാമത്തെ പാഠം, ജീവൻ്റെ ഉറവിടം എന്നുള്ളതായ ഈ പാഠം പഠിക്കുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമധേയത്തിൽ ഇന്നത്തെ ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഈ ചർച്ചയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സിൽസ്മോൻ ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും വളരെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ളതായ ജീവനെക്കുറിച്ചാണ്. ഒരു വ്യക്തി ക്രിസ്തുവിൽ ആയാൽ എപ്രകാരമാണ് അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പ് ക്രിസ്തുവിൽ വളരെ ദൃഢമായി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് മനപ്പാഠവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് വന്നത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കള്ളൻ അറുക്കുവാനും മുടിപ്പാനും അല്ലാതെ വരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ ജീവനുണ്ട് എന്ന് പറയുന്നതിൻ്റെ സാരം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ ഏകദേശം 36 പ്രാവശ്യത്തിൽ കൂടുതൽ ജീവൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ തവണയും ജീവൻ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അത് രക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ജീവൻ്റെ അപ്പം, ജീവൻ്റെ ജീവജലം എന്നൊക്കെ ക്രിസ്തു പലപ്പോഴും പറയുമ്പോഴും അതൊരു നിത്യജീവനെയാണ് കാണിക്കുന്നത്. മനുഷ്യൻ്റെ ആ ജീവനെ അല്ല കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ മാത്രമല്ല കാണിക്കുന്നത്, അത് നിത്യജീവനെയാണ് കാണിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ രക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്രിസ്തുവിൽ ജീവനുണ്ട് എന്നുള്ളതായ അർത്ഥത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ വാക്യം. പാസ്റ്റർ, ഇന്നത്തെ പാഠത്തിലെ മറ്റൊരു പ്രമേയം, കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നുള്ളതായ ഒരു ചിന്തയുണ്ട്. അതിന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്നുള്ളതായ ഒരു താരതമ്യം വെച്ചിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നു. എന്താണ് ഈ സർപ്പത്തെ ഉയർത്തിയതും യേശു ക്രിസ്തുവിനെ നോക്കുന്നതുമായിട്ടുള്ളതായ? ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവരുടെ പിറുപിറുപ്പ് മൂലം ദൈവം അവരെ അഗ്നിസർപ്പങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കൾ അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചപ്പോൾ ഒരുപാട് പേര് കടിയേറ്റും മരിച്ചു. ഒരു പക്ഷെങ്കിൽ മരുഭൂമിയിലെ കഠിനമായ ചൂടിൽ അഗ്നിസർപ്പം കടിച്ചപ്പോൾ പൊള്ളലേറ്റു. അതുകൊണ്ടാണ് അവരെ അഗ്നിസർപ്പങ്ങൾ എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ മരിച്ചു വീഴുക. പെട്ടെന്ന് ദൈവം മോശയോട് പറയുന്നു, നീ പെട്ടെന്ന് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കണം. അപ്പോൾ ഈ പിച്ചള സർപ്പത്തിന് കടിയേറ്റ് മരിക്കുന്നവർ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ അവർക്ക് ജീവൻ കിട്ടും. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപനിമിത്തം പാപമാക്കി തീർന്നവനാണ്. ഈ പാളയത്തിന് പുറത്തുള്ള കൊടിമരത്തിന്മേൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രിസ്തു പാളയത്തിന് പുറത്ത് ക്രൂശിന്മേലാണ് മരിച്ചത്. അപ്പോൾ ഈ കടിയേറ്റ ഇസ്രായേലിയർ കൊടിമരത്തിൽ തൂക്കിയിരിക്കുന്ന പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണ്. ഇതുപോലെയാണ് പാപത്താൽ വീണുപോയ മനുഷ്യനെയാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. എന്നാൽ പാപമാക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഇത് കാണിക്കുന്നത്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ക്ഷണത്തിൽ വിടുതലുണ്ട്. ക്രിസ്തുവിലേക്ക് നോക്കിയാൽ ഏത് മരണകരമായ സർപ്പത്തിന് കടിയേറ്റാലും ക്രിസ്തുവിലേക്ക് നോക്കിയാൽ ഒരു വിടുതലുണ്ട് എന്ന് കാണിക്കുന്ന ചിത്രമാണ് ഇവിടെ പുറപ്പാടിൽ ദൈവം മോശയിലൂടെ പറയുന്നത്. പലപ്പോഴും പലരും പറയുന്നത് മോശ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ നോക്കുമാറാക്കി നമസ്കരിക്കുമാറാക്കി. അതുപോലെ ഇന്നത്തെ കാലത്തും നമുക്ക് ഈ സർപ്പത്തിൻ്റെയും മറ്റു ജന്തുക്കളുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് തികച്ചും അസ്ഥാനത്താണ്. അത് പ്രതീകാത്മകമായിട്ട് മോശയോട് പറഞ്ഞതും പിന്നത്തേതിൽ ഒരു മനുഷ്യനും അങ്ങനെ ബിംബങ്ങളെയോ പ്രതിരൂപങ്ങളെയോ ഉണ്ടാക്കരുത് എന്ന് പറയുകയും ചെയ്തു. പാസ്റ്റർ, യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കെങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്? തീർച്ചയായിട്ടും യേശു തന്നെ പറയുന്നു, യേശു എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത ഓരോ പ്രവർത്തികളിൽ നിന്നും സ്നേഹവും കൃപയും കാരുണ്യവും നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്.
അതുതന്നെയാണ് പിതാവിൻ്റെ സ്വഭാവവും. പിതാവിൻ്റെ സ്വഭാവം ഈ ലോകത്തെ മുഴുവനും സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ പുത്രനെ അയക്കുവാൻ പിതാവ് തയ്യാറായത്. വളരെ വ്യക്തമായി പറയുന്നു, ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ അയക്കുന്നു എന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ആ ജീവിതം മുഴുവനും വരച്ചു കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. പാസ്റ്റർ, വേദപുസ്തകത്തിൽ പറയുന്നത് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം യോശുവയുടെ പുസ്തകം വായിക്കുന്നതായ സമയത്ത് ദൈവത്തെ കാണുവാൻ തക്കവണ്ണമുള്ളതായ അതിയായ ആഗ്രഹത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയും മോശയെ ദൈവം ഒരു പാറയുടെ പിളർപ്പിൽ ആക്കുകയും ദൈവത്തിൻ്റെ കൈകൊണ്ട് ആ പാറയുടെ പിളർപ്പ് മൂടുകയും ദൈവം കടന്നു പോവുകയും ദൈവത്തിൻ്റെ പിൻഭാഗം മോശ ദർശിച്ചതായിട്ടും പറയുന്നു. എങ്ങനെയാണ് ഈ ദൈവത്തെ കാണുന്നവർ ജീവിച്ചിരിക്കും എന്ന് പറയുകയും എന്നാൽ ദൈവത്തെ കാണുകയും ജീവനോടിരിക്കുകയും ചെയ്യുന്നവൻ ആർ എന്നുള്ളതായ ചോദ്യം പ്രസക്തമാണ്. പാസ്റ്റർ പറഞ്ഞ പോലെ മോശയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ദൈവത്തെ കാണണമെന്ന്. പക്ഷേ ദൈവം പറയുന്നു, എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ മുമ്പിൽ നിൽപ്പാൻ സാധിക്കുകയില്ല. കാരണം ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ നിലകളിൽ നമ്മൾ യേശുവിനെ ദൈവത്തെ കാണുന്നുണ്ട്. പക്ഷേ മോശയുടെ അതേ ആഗ്രഹത്തിന് ദൈവം മോശയെ ഒരു പ്രത്യേക സംരക്ഷണ വലയത്തിലാക്കി ദൈവത്തിൻ്റെ ഒരു പിന്നാമ്പുറം മോശ കണ്ടു എന്നുള്ളതാണ്. എന്നാൽ പിതാവായ ദൈവത്തെ കാണിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് കർത്താവ് യേശുക്രിസ്തുവിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിനിലൂടെയാണ് പിതാവായ ദൈവത്തെ കാണുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപം, ദൈവത്തിൻ്റെ രൂപം കാണുക എന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും മനുഷ്യൻ ഇമേജ് കണ്ട് സായുജ്യമടയാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ ആകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി, പിതാവിൻ്റെ അതേ പ്രവൃത്തി, പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ കരുതൽ, പിതാവിൻ്റെ സംരക്ഷണം, പിതാവിൻ്റെ മനുഷ്യരുടെ അഗാധമായ സ്നേഹം, ഇതെല്ലാം പുത്രനായ ക്രിസ്തുവിൽ കൂടിയാണ് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഇന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ ക്രിസ്തു പറയുന്നത്, എന്നെ തിന്നുന്നു എന്നെ മൂലം ജീവിക്കും. അപ്പം ദൈവത്തെ കണ്ട് മരിച്ചു പോകാതെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ രൂപത്തിൽ, ദൈവിക സ്നേഹത്തിൽ വെളിപ്പെട്ടു വന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് ജീവിച്ചിരുന്ന് ക്രിസ്തുവിനോടുകൂടെ വസിക്കുവാൻ കഴിയുന്ന ഒരു സൗഭാഗ്യത്തെയാണത് ചിത്രീകരിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം കാണണം എന്നാഗ്രഹിക്കുന്നത് ഒരു നല്ല ആഗ്രഹമാണ്. പക്ഷേ തീർച്ചയായും ആ ആഗ്രഹമുള്ളവർക്കെല്ലാം ദൈവത്തെ കാണാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോഴല്ല, കർത്താവ് യേശു ക്രിസ്തു നമ്മെ ദൈവരാജ്യത്തിൽ ചേർക്കുമ്പോൾ. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, കർത്താവ് യേശു ക്രിസ്തു ആകുന്ന ജീവനെക്കുറിച്ചും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുമാണ് നാം സംസാരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ളത് എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? ഇസ്രായേൽ മക്കൾ കർത്താവ് യേശു ക്രിസ്തു ഈ പശ്ചാത്തലം രേഖപ്പെടുത്തിയിരിക്കുന്ന 5000 പേർക്ക് ആഹാരം കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ മക്കളെ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി നടത്തിയത്, അവർക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ന, അത് കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നതായിരുന്നു. കാരണം അവരുടെ കാല് വിങ്ങിയില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവർ നല്ല ആരോഗ്യവാന്മാരായിട്ട് മരുഭൂ യാത്രയിൽ കൂടി യാത്ര ചെയ്ത് അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുവോളം അവർക്ക് മന്ന കൊടുത്തുകൊണ്ടിരുന്നു. ഈ പാപമാകുന്ന ലോകത്തിലൂടെ നമ്മൾ അക്കരെ നാടിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നവരാണ്. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാൻ പോകുന്ന ശരീരമാകുന്നു, എന്നെ തിന്നുന്നു എന്നെ മൂലം ജീവിക്കും. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും യേശുവിൽ നിന്ന് പഠിക്കുകയും യേശുവായുള്ള ആ പുതുക്കത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവൻ്റെ അപ്പമാകുന്ന ക്രിസ്തുവിനെ ഭക്ഷിച്ച് അവൻ്റെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ സാധിക്കും. മറിച്ച് ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ജീവൻ്റെ അപ്പത്തെ ത്യജിച്ച് കളഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് ഒരു നിത്യനാശമായിരിക്കും. അപ്പം കർത്താവിനോടുള്ള സഹവാസം, ദൈവമായിട്ടുള്ള ബന്ധം, അതാണ് ജീവൻ്റെ അപ്പമായി കർത്താവ് മാറുന്നതും. പാസ്റ്റർ, കർത്താവ് ജീവനാകുന്നു, ജീവൻ്റെ സ്രോതസ്സ് കർത്താവാകുന്നു. നമുക്ക് നിത്യജീവൻ എപ്രകാരമാണ് ലഭിക്കുന്നത്? നിത്യജീവൻ നമുക്ക് പാസ്റ്റർ പറഞ്ഞ പോലെ ക്രിസ്തു ജീവൻ്റെ സ്രോതസ്സാണ്. അപ്പം ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് എപ്രകാരമാണ് നമുക്ക് പ്രാപ്തമാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, നമ്മുടെ മാനസാന്തരം, അതുകൊണ്ട് മാത്രമേ നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ.
നമുക്ക് ക്രിസ്തു അടയാളം നടത്തിയതായ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടത്തിയതായ ശമരിയക്കായ സ്ത്രീയാണെങ്കിലും നിക്കോദോമസിൻ്റെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരോടൊക്കെയും നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, അല്ലേ, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും സ്നാനം കഴിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിത്യജീവൻ ഇല്ല എന്നാണ് ക്രിസ്തു പറയുന്നത്. അപ്പം മാനസാന്തരവും മനുഷ്യൻ്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഫലമേൽപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് നിത്യജീവൻ ലഭ്യമാവില്ല എന്നുള്ളതാണ്. പാസ്റ്റർ ബിനോയ്, നമുക്ക് നിത്യജീവൻ്റെ വാഗ്ദത്തങ്ങൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ നിന്ന്, കർത്താവ് യേശു ക്രിസ്തുവിലൂടെ, അതിന് മുൻപുള്ളതായ പ്രവാചകന്മാരിലൂടെ ഒക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അഥവാ നിത്യജീവൻ നൽകാമെന്നുള്ളതായ വാഗ്ദത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നിത്യജീവൻ നമുക്ക് ലഭിക്കും എന്നുള്ളത് ശരിയാണ്, അത് നാം എല്ലാവരും ആഗ്രഹിക്കുന്നു, അത് ലഭിക്കണമെന്നുള്ളതായ ചിന്തയോടുകൂടിയാണ് നാം ഓട്ടം ഓടുന്നത്. പക്ഷേ നമ്മുടെ ഈ ലോകത്തിലുള്ളതായ ജീവിതത്തിന് ഈ വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. കർത്താവിൻ്റെ വാഗ്ദത്തം, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു, പുത്രനെ അയച്ചു. നിത്യജീവൻ സകല മനുഷ്യർക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ വാഗ്ദാനം ചെയ്തതുകൊണ്ട് നിത്യജീവൻ്റെ അവകാശികളാകണമെന്നില്ല. എല്ലാ മനുഷ്യനും അതുണ്ട്, അതിനകത്ത് യാതൊരു ബാരിയറുമില്ല. എല്ലാ മനുഷ്യനും നിത്യജീവനെ പ്രാപിക്കാം. പക്ഷേ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും വേണം. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പകരക്കാരനായി യേശു മരിച്ചു എന്ന് വിശ്വസിക്കുകയും നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ആ വിശുദ്ധിയിലും നീതീകരണത്തിലും ദിനംതോറും ജീവിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് നിത്യജീവൻ സാധ്യമാവത്തുള്ളൂ. കർത്താവിനോട് കൂടെ നടന്ന് യൂദ നിത്യജീവൻ അവകാശിയായിരുന്നു. പക്ഷെങ്കിൽ കർത്താവിനെ തള്ളിപ്പറയുകയും കർത്താവിനെ അവിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പം ഈ നിത്യജീവൻ ലഭ്യമാകുന്നത് കർത്താവിനെ നാം നിരന്തരമായി ആശ്രയിക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും നമ്മെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ നിത്യജീവൻ നമുക്ക് പ്രാപ്യമായി മാറുന്നത്. പാസ്റ്റർ, നമ്മുടെ നിത്യജീവനാണ് നമ്മുടെ പ്രത്യാശ. കർത്താവായ യേശു ക്രിസ്തു വരികയും കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ പ്രത്യാശയുടെ അടിസ്ഥാനം, നമുക്ക് ആ പ്രത്യാശ ഉണ്ടാകാനുള്ളതായ കാരണം എന്താണ്? തീർച്ചയായിട്ടും പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം തന്നെയാണ്. ദൈവവചനം ഉടനീളം ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ഉറപ്പ് നൽകുന്ന യേശുവിനെ കുറിച്ച് തന്നെയാണ് ഈ വചനം മുഴുവനും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വചനം മനസ്സിലാക്കുമ്പോൾ വചനമാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം വചനമാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും ക്രിസ്തു ജനിക്കുമെന്നും മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷാപാതം നടത്തുമെന്നും നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്യുമെന്നൊക്കെയും ദൈവവചനം ഉടനീളം പറഞ്ഞിട്ടുണ്ട്. അപ്പം വചനമാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ആ വചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ വചനമാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത് എന്നുള്ളതായ ചിന്ത നമ്മിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഈ വചനങ്ങളെല്ലാം ഇന്ന് ലോകത്തിൽ വളരെ സുലഭമായി ഉണ്ട് എങ്കിലും ഇതിൽ ആകൃഷ്ടരാകാത്ത ഒരു വലിയ കൂട്ടം ജനതയുണ്ട്. ഇവരെ എപ്രകാരമാണ് ഈ വചനത്തിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? അത് നമ്മുടെ എഫേർട്ട് കൊണ്ടാണോ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണോ, അത് ദൈവ ഇഷ്ടത്താൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നു. എങ്ങനെയാണ് ഇവരെ ദൈവസ്നേഹത്തിൽ അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? തീർച്ചയായിട്ടും മനുഷ്യനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. മനുഷ്യന് ഒരു പക്ഷേ ചരിത്രവുമായി തട്ടിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഇങ്ങനെയുള്ള മനുഷ്യരെ, വിശ്വസിക്കാത്ത മനുഷ്യരെ വിശ്വസിപ്പിക്കുവാൻ സാധിക്കുമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം അവരിലുണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മുടെ പ്രത്യാശയുടെ വചനം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കേണ്ട പ്രാർത്ഥനയോടുകൂടി ഈ പറയുന്ന വചനം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്റർ, നേരത്തെ ഞാനൊരു ചോദ്യത്തിന് പാസ്റ്റർ പറയുകയുണ്ടായി, വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കാലാകാലങ്ങളിൽ മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട്. ദൈവത്തിലുള്ളതായ പ്രത്യാശ, പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള നിത്യജീവൻ്റെ വാഗ്ദത്തം പലപ്പോഴും ഈ ഏറ്റക്കുറച്ചിലുകളെ പരിഹരിച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ ഉള്ളതായ ആ ഒരു ശക്തി നൽകും എന്ന് പറയുന്നു. ഇങ്ങനെയുള്ളതായ ശക്തി ലഭിക്കേണ്ടതിന് നാം ദിനം തോറും എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ട് നാം ചെയ്യേണ്ടത് ദൈവവചനം, ദൈവത്തോളം പഴക്കമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം.
പലപ്പോഴും ദൈവവചനത്തെ നിസ്സാരമായിട്ട് പലരും കാണാറുണ്ട്. പക്ഷെ ആദ്യം വചനമുണ്ടായിരുന്നു. ആ വചനമാണ് ഈ ദൈവത്തിൻ്റെ വചനം. ഈ ദൈവവചനത്തെ ദിനംതോറും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. രണ്ടാമതായിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, നിങ്ങളെ സകല സതിലും വഴി നടത്താൻ പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത്. നമുക്ക് ആ ഒരു ബോധമാണ് ഉണ്ടാകേണ്ടത്. തെറ്റിലെ അകപ്പെട്ടു പോയെന്ന്, ഞാൻ ആത്മീയത്തിലല്ല, ഞാനൊരു പിന്മാറ്റത്തിലാണ്. ഇത്തരത്തിലുള്ള ബോധം വരുത്തുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. അപ്പോഴാണ് നമുക്ക് ഈ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നത്. എപ്പോഴും പാസ്റ്റർമാരായിരിക്കുന്നവർ, പ്രവാചകന്മാരെന്ന് പറയുന്നവർ, ഇവർക്കൊക്കെ ഉണ്ടാകാവുന്നതായ ഒരു പ്രശ്നമാണ് വിശ്വാസത്തിൽ ഉള്ളതായ വീഴ്ച. അത് പരിഹരിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ദൈവവുമായിട്ടുള്ളതായ ഒരു ഈടാർന്ന ബന്ധം, ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവ കാര്യാദികളിൽ നാം മുഴുകുകയും ചെയ്യുമ്പോൾ വീണ്ടും ആ പ്രത്യാശയിൽ ഉത്തേജനം ലഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ദൈവവുമായുള്ളതായ അടുപ്പം എപ്രകാരമായിരിക്കണം, ദൈവത്തിലുള്ളതായ പ്രത്യാശ, നമുക്ക് നിത്യജീവൻ എപ്രകാരമാണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേക മനുഷ്യർ അവരുടെ സ്വന്തം ഹിതങ്ങൾക്ക് വിധേയപ്പെട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം അത് ദൈവഹിതമാണ്, അങ്ങനെയാണ് എന്ന് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ പാഠത്തിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. എങ്ങനെയാണ് നാം ഇതിനെ നോക്കിക്കാണുന്നത്? വസ്തുത്തിൽ ആ ഒരു പാസ്റ്റർ പറഞ്ഞ പോലെ മനുഷ്യൻ തന്നിഷ്ടപ്രകാരം ദൈവാലോചനയില്ലാതെ, ദൈവിക നടത്തിപ്പില്ലാതെ, തങ്ങളുടെ സ്വന്തം പ്രേരണയാൽ, ബുദ്ധിയുടെ പ്രമാണത്തിനനുസരിച്ച് യാത്ര ചെയ്യാറുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നത് ഞാൻ ചെയ്തതെല്ലാം ദൈവഹിതമായിരുന്നെന്നാണ്. ദൈവത്തിന് അനിഷ്ടമായ പ്രവൃത്തി ചെയ്ത ശൗലിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദൈവം പറഞ്ഞത് അമാലോക്യരെ പൂർണ്ണമായി നിഗ്രഹിക്കണം. പക്ഷെങ്കിൽ അമാലോക്യരെ നിഗ്രഹിക്കാതെ അതിലെ വീരശൂരന്മാരെ തൻ്റെ പട്ടാളത്തിലേക്ക് ചേർക്കാൻ വേണ്ടി കൊണ്ടുവരികയും തടിച്ചു കൊഴുത്തതിന് ദൈവത്തിനോട് യാഗം അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അമാലോക്യരെ ദൈവം വെറുക്കുമ്പോൾ അവരുടെ യാതൊരു വസ്തുവിനെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ കണക്കൂട്ടലുകൾ ചില കാര്യങ്ങളിൽ ദൈവഹിതമായിരുന്നു, മറ്റേത് ദൈവഹിതമല്ലായിരുന്നു എന്നാണ്. ദൈവഹിതം അല്ലെങ്കിൽ പോലും അതിനെ ദൈവഹിതമാക്കാൻ വേണ്ടി മനുഷ്യൻ പെടാപ്പാട് പെട്ട് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആലോചന സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം മാറത്തില്ല. പ്രതികൂലത്തിലും ദൈവത്തിൻ്റെ ഹിതം ഇന്നതായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ക്രിസ്തീയ പക്വത. ദൈവം തന്നപ്പോഴും ദൈവം എടുത്തപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു യോബിനെ നമ്മൾ കാണുന്നുണ്ട്. കാരണം നന്മ വന്നപ്പോൾ ദൈവ ഇഷ്ടമായിരുന്നു, പ്രതികൂലം വന്നപ്പോൾ ദൈവഹിതമല്ല എന്ന ഭക്തൻ പറഞ്ഞില്ല. പൗലോസ് ആണെങ്കിലും അങ്ങനെ പറയുന്നില്ല. പ്രതികൂലം നിറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം പൗലോസ് അതും ദൈവഹിതമായിരുന്നു, അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവഹിതം ഏതെങ്കിലും ഒരു പരിതസ്ഥിതികളെയോ അനുകൂലകരമായ സാഹചര്യത്തെയോ നോക്കി വിലയിരുത്തേണ്ടതല്ല, മറിച്ച് ദൈവ ആലോചന പ്രകാരം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ദൈവഹിതമെന്ന് മനസ്സിലാക്കുള്ള ഒരു പക്വത വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. പാസ്റ്റൽസ്, മനുഷ്യനെ നന്മ ചെയ്യുന്നവനെയും തിന്മ ചെയ്യുന്നവനെയും ഒക്കെ ദൈവം ന്യായം വിധിച്ച് അവന് തക്കതായ പ്രതിഫലം കൊടുക്കും എന്നാണ് വേദപുസ്തകം പറയുന്നത്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എല്ലാവർക്കും നൽകാനുള്ളതായ പ്രതിഫലം അവൻ്റെ പക്കൽ ഉണ്ട്. മനുഷ്യരെ എങ്ങനെയാണ് ദൈവം വാസ്തവമായി ന്യായം വിധിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവനെ ദൈവം ന്യായം വിധിക്കുന്നു, വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ന്യായവിധി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വിധി എപ്പോഴും വിശ്വസിക്കാത്തവനെ ദൈവം എന്ത് ചെയ്യുന്നു, അതായത് ദൈവവചനത്തിൽ വിശ്വസിക്കാത്തവനെ ദൈവം ന്യായവിധി ഉണ്ടാകുന്നു. അപ്പോൾ അപ്രകാരം ഈ ലോകത്തിൽ നമ്മൾ ദൈവവചനത്തിൽ അല്ലെങ്കിൽ ക്രിസ്തു ആകുന്ന അപ്പം അല്ലെങ്കിൽ വചനം അല്ലെങ്കിൽ സത്യത്തിൽ വിശ്വസിക്കേണ്ടത് ആകുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ സാധിക്കുന്നുണ്ട്. അതിനാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമായി നമുക്ക് ദൈവവചനം നൽകിയിരിക്കുന്നത്. അതിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, അതിൽ ആശ്രയം വെച്ചുകൊണ്ട്, അതിലെ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ക്രിസ്തു മിശിഹയാണ് എന്ന് വിശ്വസിക്കേണ്ടത് ആകുന്നു. ക്രിസ്തു മിശിഹയാണ് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. പരീശന്മാരും ശാസ്ത്രിമാരെ പോലെയും ആകുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ക്രിസ്തു പരീശന്മാരെയും ശാസ്ത്രിമാരെയും കപടഭക്തർ എന്ന് വിളിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം ക്രിസ്തു ഇത്രയധികം അടയാളങ്ങൾ കാണിച്ചിട്ടും ക്രിസ്തുവിൽ എന്ത് ചെയ്തില്ല, അവർ വിശ്വസിച്ചില്ല. അവർ കണ്ടിട്ടും വിശ്വസിച്ചില്ല. അപ്പം അപ്രകാരം വിശ്വാസം അതാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം എന്താണ് ന്യായമായിട്ടുള്ള, അതല്ലെങ്കിൽ
ന്യായവിധി, നല്ല വിധി കൊടുക്കുന്നു. പാസ്റ്റർ, ഈ ലോകത്തിൽ ജീവിക്കുന്നതായ സകല മനുഷ്യർക്കും, ഈവൻ കർത്താവായ യേശു ക്രിസ്തുവിന് പോലും പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രലോഭനങ്ങളെ തരണം ചെയ്യാൻ നാം ഇന്ന് കാലത്ത് എന്താണ് ചെയ്യേണ്ടത്? പാസ്റ്റർ പറഞ്ഞ പോലെ കർത്താവിന് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ? ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്, കർത്താവ് പൂർണ്ണമായി ഒരു മനുഷ്യൻ തന്നെയായിരുന്നു, പൂർണ്ണതയും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഒരു പൂർണ്ണമായി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനോടുള്ള ബന്ധത്തിൽ സകല മനുഷ്യർക്കും ഉണ്ടാകേണ്ടുന്ന സകല പ്രതികൂലങ്ങളെയും പ്രലോഭനങ്ങളെയും കർത്താവ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവിനെ സംബന്ധിച്ച് പറയേണ്ട ഏറ്റവും വലിയ മഹത്വം, അല്പം പോലും ഒരു പരീക്ഷണങ്ങളിലോ പ്രലോഭനങ്ങളിലോ കർത്താവ് വീണുപോയില്ല എന്നുള്ളതാണ്. കർത്താവ് വചനം എടുത്തുകൊണ്ടാണ് പ്രലോഭനങ്ങളെ ജയിക്കുന്നത്. കാരണം കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം വന്നിരിക്കുന്നതാണ്, പിതാവിൻ്റെ ഇഷ്ടമാണ് തന്നിൽ നിവർത്തേണ്ടത്. പലപ്പോഴും പ്രലോഭനങ്ങളിൽ പലരും അകപ്പെടുന്നതിൻ്റെ കാരണം, തങ്ങൾ ആരാണ്, തങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്, തങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് മറന്നു പോകുന്നത് കൊണ്ടാണ്. നമ്മൾ ദൈവികമായ ഒരു പദ്ധതിയിൽപ്പെട്ടവരാണ്, ഒരു പ്രത്യേക ജനമാണ്, പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടും ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മെ ഭരിക്കുന്നെങ്കിൽ പ്രലോഭനങ്ങൾ നമുക്ക് ജയിപ്പാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ മാതൃകയാണ്. കർത്താവിനെ അനുധാവനം ചെയ്യുക, കർത്താവിനെ നോക്കി നമ്മുടെ കർത്താവ് എങ്ങനെയൊക്കെയാണ് പരീക്ഷകളെ ജയിച്ചത് അത് മനസ്സിലാക്കി കർത്താവിൽ ശരണപ്പെടുകയും അവിടുത്തെ കൃപയ്ക്കായി യാചിക്കുകയും ചെയ്യാം. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ദിവ്യമായ നടത്തിപ്പിന് വേണ്ടി ക്ഷണിക്കുക, ദൈവവചനം പഠിക്കുക. ഈ മൂന്നുമായി ശരിയായ ഒരു ബന്ധം നമുക്ക് ഇല്ല എങ്കിൽ പ്രലോഭനങ്ങളുണ്ടാകും. ക്രിസ്ത്യാനിക്ക് കഷ്ടതയുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, പരീക്ഷകളുണ്ട്. പക്ഷെ ഒരു ലളിതമായ ജീവൻ നയിപ്പാൻ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെ തരണം ചെയ്യുന്നവനാണ് യജമാനന് കൊള്ളാവുന്ന ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം ഇരുവായ് തലയുള്ള വാളാകുന്നു. നമ്മൾ ആരൊക്കെ അതുമായി പരിചരിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയും നാം നമ്മുടെ ജീവിത മാർഗങ്ങളിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് കർത്താവിനോട് ചേരാനുള്ളതായ എല്ലാ ആകിരണ ശക്തിയും ആ ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. നമ്മുടെ പ്രേക്ഷകർ അത്തരത്തിൽ നിത്യജീവൻ ദൈവത്തിൽ ഉണ്ടാകേണ്ടതിന് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനോട് കൂടെ നടക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്ക് പാസ്റ്റൽസുമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഇപ്രകാരം അടിയങ്ങൾക്ക് ഈ പാഠം പഠിക്കുവാൻ ഒരു അവസരം നൽകിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവെ, അങ്ങ് വഴിയും സത്യനും ജീവനുമാകുന്നു എന്ന് അടിയങ്ങൾ മനസ്സിലാക്കി. പിതാവെ, അങ്ങിൽ ആശ്രയിക്കുന്നവർ കർത്താവെ നിത്യജീവനുണ്ട് എന്ന് അടിയങ്ങൾ മനസ്സിലാക്കി. മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തോടെ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയോടൊന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു, പിതാവേ, ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, കർത്താവായ യേശു ക്രിസ്തു ജീവൻ്റെ വചനം ആകുന്നു. അവനിൽ നിത്യജീവൻ്റെ വഴികൾ ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും എന്ന് ക്രിസ്തു തന്നെ നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആയതുകൊണ്ട് ആ ക്രിസ്തുവിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിനെ നമ്മുടെ ജീവനാക്കി മാറ്റി അവനിൽ ജീവിപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.